ഇതാ ബാഗ്. ഓ താങ്ക്സ്. താനെന്താ വജ്രം കൈമാറി ജോസ് പ്രാശ് കളിക്കണോ? മാറ്. നമസ്കാരം. ഇവരാ ഞാൻ പറഞ്ഞ താമസക്കാര്. എന്റെ നാട്ടുകാരാ. തന്റെ നാട്? എന്റെ നാട് കോഴിക്കോട് മുടിക്കല്. കോഴിക്കോട് മുടിപ്പിക്കേ? തന്റെ ജോലിയല്ല ചോദിച്ചത്, താമസിക്കുന്ന സ്ഥലം. അത് തന്നെ ഞാൻ പറഞ്ഞത്. കോഴിക്കോട് ജില്ലയില് മുടിക്കൽ താലൂക്കില് നമ്മുടെ സിനിമയുടെ മാമുക്കയുടെ വീടിന്റെ അടുത്താ. മാമുക്കോയെ അരക്കിണറും ഞാൻ. മതി മതി. ഇത് തങ്കപ്പൻ, ബാങ്കിലെ ജോലി. ഇതെന്റെ ഭാര്യ ഉരുള, സരള. ഇത് ശരവണൻ, തങ്കപ്പന്റെ സഹോദരനാ. ബിസിനസ്സാ, മിക്കവാറും ടൂറിലായിരിക്കും. അല്ല, വീട് കാണണ്ടേ? വേണ്ട, വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. പണയത്തിനാണെങ്കിൽ ആലോചിക്കാം. റഹ്മാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശ ഒരു മിനിറ്റ്. തിന്നല്ലേ? എന്താ മോളെ? കണ്ടിട്ട് അത്ര നല്ല പാർട്ടിയല്ല, എന്തേലും പറഞ്ഞു ഒഴിവാക്ക്. പഴയ താമസക്കാരുടെ പണയത്തുക തിരിച്ചു കൊടുക്കാനുള്ള പല അവധികളും തെറ്റിയിരിക്കുക. ഇവരാണെങ്കിൽ 1 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തരും. ഇതുപോലെ വേറൊരു പാർട്ടിയെ പെട്ടെന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അവധി തെറ്റിയ ഇനിയും പഴയ താമസക്കാരെന്ന് ബഹളം ഉണ്ടാക്കും. മുമ്പത്തെ പോലെ ഒരു കോംപ്രമൈസിനൊന്നും എന്നെ കിട്ടൂല. ഉള്ള കാര്യം ഞാൻ തരുന്നപ്പും. കൊടുത്തേക്കും മോളെ. പുതിയ ഒരാളെ കണ്ടുപിടിക്കാന്ന് വെച്ചാ വന്നു. ഇവിടെ താമസിക്കുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. രാത്രി 9 മണിക്ക് ഗേറ്റ് അടയ്ക്കും. എന്തിന് 8:30? കറണ്ടിനും വെള്ളത്തിനും 1 മീറ്ററാ. ബില്ല് വരുന്നതിന്റെ. പിന്നെ പ്രായമായ 2 പെൺകുട്ടികൾ താമസിക്കുന്ന വീടായിരുന്നു. അത് ഞങ്ങളില്ലേ. ചുറ്റും നല്ല ഫാമിലീസാ. ഞങ്ങളും നല്ല ഫാമിലീസാ. അല്ല, അത് ഇതും പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. അത് പിന്നെ ഇതുപോലുള്ളൊരു നല്ല ഫാമിലിക്കൊപ്പം താമസിക്കാന്നുള്ളത് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷ അല്ലേ തങ്കപ്പെട്ട? സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ എഗ്രിമെന്റ് എഴുതാം. പൈസ കൊടുത്തേ പറഞ്ഞ തുകയുണ്ട്. ഈശ്വര, എഗ്രിമെന്റ് എഴുതിയ പേപ്പർ റഹ്മാന്റെ കൊടുത്തയക്കാം. മോളെ, ആ താക്കോലിങ്ങെടുക്ക്. ഞാൻ ഒളിച്ചു നോട്ടം. കരാർ പ്രകാരം തന്നിരിക്കുന്ന അഡ്വാൻസേ 3 ദിവസത്തേക്ക് മാത്രം ഉള്ളതാ. അതിൽ കൂടുതൽ ദിവസം ഈ വായി നോക്കിയിട്ട് ഭാര്യയായിട്ട് കഴിയണമെങ്കിലേ നാളെ എനിക്ക് ബാക്കി കാശ് തരണം. പിന്നെ രാത്രി ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോ ഇരുട്ടത്ത് പാത്ത് എന്നെ തൊടാനോ പിടിക്കാനോ വന്നാലുണ്ടല്ലോ, എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് അറിയും. താനും കൂടി കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഞാൻ വന്നപ്പോ മുതൽ ഒരുമാതിരി വെള്ളം ഒലിപ്പിച്ചുകൊണ്ടുള്ള നോട്ടം തുടങ്ങിയതാ. ഓ, എന്തൊരു മാന്യന്മാര്. റഹ്മാനെ നീ വിളി വിളിച്ചോണ്ട് പോണ്ട. തരാനുള്ള കാശ് എന്നാ ഞാനിവിടുന്ന് പോയേക്കാം. എത്രയാന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങിക്കൊള്ളാം. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ അവളെ വിളിച്ച് പോവാം. പക്ഷെ അതിന്റെ പിന്നാലെ നിങ്ങൾ ഇറങ്ങേണ്ടി വരും. ഇറങ്ങേണ്ടി വരും. അപ്പൊ ഞാൻ നിക്കണോ പോണോ? എന്റെ പൊന്ന് സരള, നീ ഒന്ന് അടങ്ങ്. പോകണ്ടെങ്കിൽ വേണ്ട, എന്നെ കോട്ടയും എടുക്കാം. കോട്ട്, ഓവർകോട്ട്. 2 പരപുരുഷന്മാരുടെ ഇടയിൽ ഒറ്റക്ക് താമസിക്കണ്ടല്ലേ? സരളെ മോനെ, ഞാൻ കൂടെ പോണോ? ഇവിടെ ഇതാ കോട്ട, കോട്ട. അല്ല, എന്താ പരിപാടി? 1:30 അടിക്കാൻ പോലും കിട്ടാത്ത 1-ാം തീയതിയാ ഇന്ന്. ബാച്ചിലേഴ്സിന് ഫാമിലി ആക്കുന്ന ഈ മുച്ചീട്ട് റഹ്മാനി എന്ത് 1-ാം തീയതി? എടാ മുച്ചിട്ട്, സത്യം പറ, നിനക്ക് ഐഡി വിട്ട് സാധനത്തിന് എവിടെ നീട്ടി? അതൊരു വലിയ കഥയാ. ചുരുക്കി പറ.
മുംബൈയിലെ ബാറിലായിരുന്നു സരളക്ക് ജോലി. ജോലി എന്ന് വെച്ചാൽ ക്യാമറ ഡാൻസ്. ക്യാമറ നിർത്തിയപ്പോ അവള് കൊച്ചിയിലെത്തി. ഉർവശി ഷാബ് ഉപകാരം എന്ന് പറഞ്ഞ പോലെ എന്റെ ഉർവശി ഇപ്പൊ സരളയാ. रात नशीली है, आंखों में नशा है। नशीली है, आंखों में नशा ही है। अगले मिलके नशीले हो जाए रात भर। जहां नर यार ओली विलयार शराबिले वीले मन्निन मुन्दिरि पूक्കളായിരമായി പതിനായിരമാവുമ്പോൾ जहां नर यार ओली विलयार शराबिले वीले मन्निन मुन्दिरि പൂക്കളായിരമായി പതിനായിരമാവുമ്പോൾ ഹിലാലിൻ കുളിരേ എന്റെ ഖൽബേ മുത്തിൽ മുത്താം മുംതാസ് ഞാൻ കിനാവിൻ കിളിയേ കണ്ണിരാവേ കണ്ണിലെഴുതാ പക്ഷിയായി जहां नर यार ओली विलयार शराबिले वीले मन्निन मुन्दिरि പൂക്കളായിരമായി പതിനായിരമാവുമ്പോൾ തങ്കക്കരിമ്പിന്റെ കുരുന്നു കൊമ്പേ തിങ്കൾ തീടമ്പിന്റെ മണിക്കോതുമ്പേ ओ तू मेरी जान है മഞ്ഞക്കാണിക്കൊന്ന കുരുന്നു പെണ്ണേ നെഞ്ഞത്തെന്തിനു വീരുന്നു വന്നു മഞ്ഞളിന്റെ മണം മനസ്സിലില്ലേ കുഞ്ഞുമാഴ പക്ഷി മിഴിയിലേ കുഴലേ അല്ലിമലരഴകേ ഇടംബലം നടന്നെന്റെ അരികേ വാ. जहां नर यार ओली विलयार शराबिले वीले मन्निन मुन्दिरि പൂക്കളായിരമായി പതിനായിരമാവുമ്പോൾ തഞ്ചിക്കൊഞ്ചി തമ്മിൽ തുളുമ്പുമ്പോഴും പഞ്ചവർണ്ണ പനം കിളി വിളിച്ച നെഞ്ചിനുള്ളിൽ വന്ന് പറന്നിറങ്ങാൻ മഞ്ചലിന്റെ മണി അരികിലില്ലേ തെന്നലിന്റെ തണുപ്പിലില്ലേ ചിന്നക്കാള മൊഴി ചുണ്ടിലില്ലേ അവനുടെ മയിലേ, മയക്കത്തിനഴകേ, ഇടംബലം നടന്നെന്റെ അരികെ വാ. जहां नर यार ओली विलयार शराबिले वीले मन्निन मुन्दिरि പൂക്കളായിരമായി പതിനായിരമാവുമ്പോൾ ശരവണ ശരവണ ഇപ്പൊ ഇറങ്ങിക്കോ എല്ലാരും ഇവിടുന്ന്. മല്ലി മല്ലി വന്നിരിക്കുന്നു. മല്ലി മുളകൊക്കെ ഞങ്ങൾ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് തീരുമ്പോ ഞങ്ങൾ പറയാം. ഞാൻ നിങ്ങൾക്ക് മല്ലിയും മുളകും വിൽക്കാൻ വന്നതല്ല. എന്റെ പേരാ മല്ലി.
പേരോ ഇത് തങ്കപ്പൻ തന്നെയാ. ഇപ്പൊ ഇറങ്ങണം എല്ലാരും ഇവിടുന്ന്. ആ, രാവിലെ കാശെണ്ണി മേടിക്ക, രാത്രി ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയാ. ഇതിന്റെ വെള്ളരിക്ക പറ്റില്ല. നിങ്ങൾക്ക് പാട്ടും കൂത്തും നടത്തി ആഘോഷിക്കാൻ ഇത് ക്ലബ്ബൊന്നും അല്ല. മോളെ മല്ലി, മുത്തശ്ശനൊന്നും മിണ്ടണ്ട. മാന്യമായി ജീവിക്കുന്ന ആൾക്കാരാ ഞങ്ങള്. നിങ്ങളുടെ തോന്നിവാസം ഒന്നും ഇവിടെ നടക്കില്ല. സംഗീതം തോന്നിയാസാണോ? ഇതപ്പൊ നന്നായേ. അതെന്താ താൻ ആരുവാന്ന്? സിസ്റ്റർ, ഈ പാവം കലാമണ്ഡപം സരളെടുത്ത് ഒന്ന് കളിച്ചപ്പോ ഞാനൊന്ന് പാടിയത് ഇത്ര കലാമാക്കണോ? കലാമണ്ഡപം അല്ല, കലാമണ്ഡലം. പോടാടുന്ന്. ഫ്രണ്ടിലായാലും മുന്നിലായാലും കളിയുണ്ടല്ലോ. ഉണ്ടോ? തന്റെ കോമഡി ഒന്നും ഇവിടെ വേണ്ട. മോളെ മല്ലി, ചോള ചോളാന്ന് പണം എണ്ണി തന്നതേ നീ പറഞ്ഞ പോലെ ജീവിക്കാനല്ല. ഒരു വർഷത്തിൽ കരാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഞങ്ങൾ ഇവിടെ താമസിക്കും. ഒരു വർഷമല്ല, ഒരു രാത്രി പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടത് നീ മല്ലിക്ക് അറിയാം. മല്ലിക്കറിയോ? എടോ വേണ്ട മോളെ, വേണ്ട ചേച്ചി, ചേച്ചി വന്നേ. ഇങ്ങോട്ട് വരാൻ. വാ. നോക്കി മേടിപ്പിക്കലടി. അവളെ നോട്ട കണ്ട ചേച്ചി വന്നേ. മത്തങ്ങ കണ്ണി. ഇവള് മല്ലിയല്ല, മുളക. നല്ല ഒന്നാം തരം വെള്ളക്കാന്താരി മുളക്. ഇവളെന്താ സ്കൂളിൽ കൊണ്ടുപോവാ? വേണ്ട വേണ്ട. ആ, ഓ, താറ് വഴി. ഈ വെളുപ്പകാലത്ത് ആരാണോ? ആരാത്? ആ മല്ലിയും കടുകേരിക്കുള്ളൂ. ആ. ചേട്ടന് ഈ രൂപത്തിൽ കണ്ട അവര് ഞെട്ടിത്തെറിക്കും. ഞാൻ പോയി തുറക്കാൻ പാടില്ല. ഒരു കൊല്ലം ഇവിടെ കഴിയാനുള്ളതാ. ഇപ്പോഴേ പിള്ളേര് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇന്നലെ വന്നു കയറി നിരങ്ങി പോലെ അങ്ങ് നിരങ്ങും. ഓ, ഇതൊരു കീറാമുട്ടാണല്ലോ. അല്ല വേണ്ട, താൻ പോയി തുറക്ക്. എന്റെ ഈ സ്റ്റീൽ ബോഡി കാണിച്ച ശരിയാവില്ല. കെട്ടുപ്രായം കഴിഞ്ഞേക്കുന്നത് പിള്ളേരാ. പലതും അറിയാതൊക്കെ തോന്നിപ്പോവും. ഒരു ജിമിനീഷേ. സരളേ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇറങ്ങി വേണം. എന്താണ് നിന്റെ പേര്? മുജീബ് റഹ്മാൻ. ആരടാ ഇവള്? എന്റെ പെങ്ങളാണ് സാർ, സരള. റഹ്മാന്റെ പെങ്ങള് സരള. സഹോദരനും സഹോദരിയും തമ്മിൽ നല്ല മതസൗഹാർദ്ദം. സാർ, ഇതെന്റെ കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ എനിക്ക് എന്റെ സ്വന്തം പെങ്ങളെ പോലെയാ. പെങ്ങളെ പോലെ? പെങ്ങളല്ലല്ലോ. ആണോ? സത്യം പറ, ആരാ അവള്? മുമ്പ് മുംബൈയില് ബാർ ഡാൻസർ ആയിരുന്നു. ഇപ്പോ റെന്റെ വൈഫായിട്ട് ജോലി ചെയ്യുന്നു. റെന്റെ കാറെന്നൊക്കെ കേട്ടിട്ടുണ്ട്. റെന്റെ വൈഫ് കൊള്ളാം, നല്ല ബെസ്റ്റ് ബിസിനസ്. എന്താ നിനക്ക് ഇവിടെ കാര്യം? അത് വീട് പണിയത്തിനെടുക്കാൻ വേണ്ടി ഭാര്യയായിട്ട് അഭിനയിക്കാൻ പണം തന്ന് കൂട്ടിക്കൊണ്ടു വന്നതാ. പണം തന്നാ നീയൊക്കെ എന്തും ചെയ്യും. ആരൊക്കെയാ കൂട്ടുകക്ഷികള്? എവിടെ കൂടാതെ വേറെ എത്ര പെങ്ങന്മാരുണ്ടോ? ഞാനൊരു പാവം ബ്രോക്കറാണ് സാർ. അത് വൈഫിനെ റെന്റിന് വിട്ടപ്പോഴേ മനസ്സിലായി. അയ്യോ, ഇതെന്റെ വൈഫല്ല സാർ, എനിക്ക് റിയൽ എസ്റ്റേറ്റാ. റിയലി? റിയൽ അല്ലേ സാർ, റിയൽ എസ്റ്റേറ്റ്. കളിയാക്കളാ? ആ സാർ, ഇവരുടെ പേരിലാണ് വീട് പണയത്തിന് എടുത്തിരിക്കുന്നത്. അകത്തെന്താ കിണർ കുത്തായിരുന്നോ? എക്സസൈസ് എക്സർസൈസ്. നീയൊക്കെ കൂടെ ഇവിടുത്തെ പെണ്ണുങ്ങളെ റെഡ് സ്റ്റേറ്റിൽ എത്തിക്കില്ലടാ. വകുപ്പ് ഇമ്മോറൽ ട്രാഫിക്കാ. എന്താണ് വിളിക്കൂടെ പണി? കോൺട്രാക്ടറാ? അല്ല, പച്ച കള്ളമാണ് സർ. ഇന്നലെ ഇയാൾക്ക് ബിസിനസ് ആണെന്നാ പറഞ്ഞത്. താങ്ക് യു ഫോർ ദാറ്റ് വാല്യൂബിൾ ഇൻഫർമേഷൻ. കേസിൽ വലിയ തുമ്പുണ്ടാക്കുന്ന ഒരു പോയിന്റ് ആ കുട്ടി പറഞ്ഞത്. എന്താ പേര്? മല്ലിക. ഓ, മനസ്സിലായി. ഈ കേസിലെ പരാതിക്കാരി. എന്റെ പേര് ശ്രീനിവാസൻ, SI ശ്രീനിവാസൻ. ഇതേ കണ്ടില്ലേ? ശരവണൻ കോൺട്രാക്ടർ കം ബിസിനസ് മാൻ ആണല്ലേ? കോൺട്രാക്ടർ കം ബിസിനസ്മാൻ അല്ല, അല്ലറ ചില്ലറ പണി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചിന്ന കോൺട്രാക്ടർ. കൊട്ടേഷൻ ബിസിനസ് അങ്ങനെ മലയാളത്തിൽ പറയും. കൂടുതൽ സ്മാർട്ട് ആകാൻ നോക്കണ്ട. ഐ വോണ്ട് ടോളറേറ്റ് ദിസ് കൈൻഡ് ഓഫ് ഗുണ്ടായിസം. നോക്കി നിൽക്കാതെ എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറണം. സാർ, ഞാൻ ഇവള് കുളിച്ചിട്ട് വരാം. എണ്ണ നിന്നെ ലോക്കപ്പിലിട്ട് കുളിപ്പിക്കണം. പട്ടി കേളാൻ. സർ, സാറ് വീണ്ടും കഴിഞ്ഞു. എന്താ കേസാക്കണ്ട, ഇവിടെ നിന്ന് ഒഴിവാക്കിയാ മതി. ഇവര് കുട്ടി ഉപദ്രവിക്കുന്നു പഠിച്ചിട്ടാണോ? അതല്ല സർ, ഇത്തരം കേസിൽ ഞങ്ങൾ കോടതിയിൽ സാക്ഷി പറയാൻ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ പിന്നെ പല കഥകളും പറഞ്ഞുണ്ടാക്കും. എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? മതി താമസം. പെട്ടിയും പ്രമാണം ഇറങ്ങിയല്ല. വീണ്ടും കഴിഞ്ഞു. അങ്ങനെ ഒഴിയാൻ പറ്റില്ല. ഈ വീട് ഒരു വർഷത്തേക്ക് കരാർ എഴുതി പണയത്തിനെടുത്തവനാ ഞാൻ.
കാലാവധി കഴിയാതെ ഇറങ്ങേണ്ടെന്നൊരു വകുപ്പുണ്ട് കരാറില്. ഹൗസ് ഓണർക്ക് താല്പര്യമില്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വകുപ്പുണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യൂ, ഇവരുടെ പൈസ എങ്ങ് തിരിച്ചു കൊടുക്കൂ. കാശിപ്പ കയ്യിലില്ല, കുറച്ച് ദിവസത്തെ അവധി തരണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാശ് എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോളാം. പൈസ 1 2 അല്ല, 1 ലക്ഷം ഉറുപ്പിക. തൽക്കാലം ഇവര് കാശ് തരുന്നത് വരെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക. എന്നാ സാറൊരു പണി, സാറ് ഭാര്യയും കുട്ടികളും കൂട്ടി സ്റ്റേഷനിലേക്ക് താമസം മാറും. ഞങ്ങൾ സാറിന്റെ വീട്ടിലേക്ക് താമസം മാറ്റിക്കോളാം. കുട്ടിയൊന്നും വിഷമിക്കണ്ട, ഇവന്മാരെ ഞാൻ ഡീൽ ചെയ്തോളാം. അത് ശരി, ആളെ കണ്ടപ്പോഴേ എനിക്കും തോന്നി. മറക്കല്ലേ? നടക്കടാ. സാറേ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്താടാ? കോൺസ്റ്റബിൾ അംബുജാഷിയുടെ ഗർഭത്തിനുള്ള ഉത്തരവാദി സാറാണെന്നുള്ളത് സാറിന്റെ ഭാര്യയോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് സ്റ്റേഷനിലോട്ട് വന്നാ മതിയോ? അമ്പുജാക്ഷി എങ്ങനെ അറിയാം? അമ്പുജാക്ഷിക്കുള്ള വാടക വീട് ഞാനാ ശരിയാക്കി കൊടുത്തത്. അപ്പം എല്ലാം പറഞ്ഞതുപോലെ തൽക്കാലം അഡ്വാൻസ് തുക അറേഞ്ച് ചെയ്യുന്നവരെ ഇവരിവിടെ കഴിഞ്ഞോട്ടെ. പാവങ്ങളാ. ഞാൻ മുടങ്ങി. അല്ലേ?